അപ്പോൾ എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കേരളത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ അടുത്തായിട്ട് ഉള്ള സ്ഥലത്തായത് ഇപ്പോൾ തൃശ്ശൂർ ചാവക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ട്രിപ്പ് പോണ സമയത്ത് ഇപ്പം മറിയൻ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ പോണ സമയത്ത് അതിൻ്റെ എന്താണ് അവിടുത്തെ ഇത് വൈബ് എന്താണ് അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് പോണതിന് മുമ്പ് ഒന്ന് കേരളത്തിൻ്റെ ഒരു ഇത് ഫറൂഖിൻ്റെ സൈഡാണുള്ളത്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ മാതിരി കേരളത്തിലും എന്താ പറയുക ഗോവ ഒക്കെ വെല്ലണമായിരുന്ന സ്ഥലങ്ങൾ കേരളത്തിലും ഉണ്ട്. ക്രൂസ് ചെയ്യണതും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ നടക്കുന്നത് കേരളത്തിലും ഉണ്ട്. അപ്പോൾ കേരള എക്സ്പ്ലോർ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഗോവയും ബാക്കിയെല്ലാം എക്സ്പ്ലോർ ചെയ്യണതിനെക്കാട്ടും ചീപ്പായിരിക്കും. അതേമാതിരി ഒരു ദിവസം കൊണ്ടും 2 ദിവസം കൊണ്ടൊക്കെ നമുക്ക് ട്രിപ്പ് ഫിനിഷ് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് കേരളം കാണാതെ നമ്മൾ പുറത്ത് പോണതിൽ ഒരു അർത്ഥമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് വന്നപ്പോൾ ഫാമിലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കറങ്ങാൻ നമുക്ക് ഇത്രയും സേഫായിട്ടും മറ്റേതായിട്ടുള്ളൊരു സ്ഥലം വേറെ ഇല്ല എന്ന് വേണമെച്ചാൽ പറയാം. അപ്പോൾ ഇത് ഫറൂഖിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ ഫുള്ളായിട്ട് ബോട്ടും കാര്യങ്ങളും ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. അപ്പോൾ മറ്റേ ബോട്ട് സർവീസുകൾ അതേമാതിരി ഇത് മീൻ കൊണ്ടുവരുന്ന സ്ഥലമാണ്. മീനിൻ്റെ മറ്റേ മാർക്കറ്റാണ്. പക്ഷേ പോണ സമയത്ത് എന്താ പറഞ്ഞു വെച്ചാൽ നല്ല മീനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം മറ്റേ നമ്മൾ വാങ്ങിക്കാനൊന്നുമില്ല. പിന്നെ അതേമാതിരി ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞു വെച്ചാൽ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് കാണുന്ന സമയത്ത് തന്നെ അറിയുണ്ടാകും എത്ര വലിയ ചൂടുണ്ടെങ്കിലും അതിനെ ഒരു എന്താ പറയുക കൂളാക്കണമായിരുത്ത കാറ്റും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. പിന്നെ അതേമാതിരി ഇവിടെ ഫെറി എന്ന് പറയുന്നത് ചങ്ങാടം എന്നൊക്കെ പറയും തോന്നും. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. നമുക്ക് ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ ഫറൂഖിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ഇതാണ് റൂട്ടാണത്. അപ്പോൾ ഇത് കാണിക്കാൻ പോണത് ഇതൊന്നുമല്ല. അപ്പോൾ കേരളത്തിൻ്റെ ഭംഗി ഇതേമാതിരി തന്നെയാണ്. ചാവക്കാടാണെന്ന് വെച്ചാലും ഏത് സ്ഥലത്താണെന്ന് കേരളം ഇതേമാതിരി ഭംഗിയുള്ളൊരു സ്ഥലമാണ് എന്നുള്ളതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ വരുന്നത് ആ ഫെറിയാണ്. അതിൽ കുറേ ഫുള്ള് കാറും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കേരളത്തിൽ കുറേ സ്ഥലങ്ങളിലൊന്നും എവിടെയും ഇല്ലാത്തൊരു സംഭവം ഉണ്ടത്. അതായത് ഇപ്പോൾ ഗോവയിൽ ഉണ്ട്, ജസ്റ്റ് ഏതൊരു സ്ഥലത്തുണ്ട്. അല്ലാണ്ട് ഇത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ. നമുക്ക് എറണാകുളം പോയാലും എവിടെ പോയാലും ഇങ്ങനത്തെ ഫെറിയും കാര്യങ്ങളും കിട്ടുന്നത് കേരളത്തിലാണ്. അപ്പോൾ അത് നമ്മളൊരു ട്രൈ ചെയ്യണ സമയത്ത് നമുക്കതിൽ വണ്ടി കയറ്റി നമുക്കതിൽ നിൽക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഫീലിങ് എന്ന് പറയണത് അത് ഒരു വേറെ വൈബ് തന്നെയാണ്. നമ്മുടെ സ്വന്തം വണ്ടി ഒരു ഫെറിയിൽ കയറ്റിയിട്ട് നമ്മൾ അപ്പുറത്തേക്ക് പോകണം. എത്ര ദൂരം എത്ര മിനിറ്റ് അതിൽ പോയി എന്നുള്ളതൊന്നും നല്ല കാര്യം. അതിൽ നമ്മൾ അങ്ങനെ പോണ സമയത്തുള്ളൊരു രസം പറയുക അത് എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ വേണം എല്ലാവരും. ഇത് മറ്റേ ഈ കല്ലുമക്ക കക്ക എന്നൊക്കെ പറയണ മാതിരത്തെ ഒരു സാധനമാണ്. അപ്പോൾ അത് വൃത്തിയാക്കി വെച്ച പാക്കറ്റുകളാണ് കാണുന്നത്. അല്ലാണ്ട് മറ്റേത് വലിയ ടൈപ്പും ഉണ്ട്, ചെറിയ ടൈപ്പും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ മാതിരി മലബാർ ഏരിയകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന സാധനങ്ങളാണ്. മലബാർ കടൽ തീരമേഖലകളിൽ കാണുന്ന സംഭവങ്ങളാണ്. അപ്പോൾ നമ്മളിപ്പോൾ എത്താൻ ഉദ്ദേശിച്ച സ്ഥലം ഇപ്പോൾ എത്തി. ഇതാണ് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. അതായത് ചാവക്കാട് മറിയൻ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം. നമ്മൾ അതിൻ്റെ മറിയൻ വേൾഡിൻ്റെ ഞാൻ പ്രത്യേകത എനിക്ക് തോന്നിയത് അവിടെ ഇപ്പോൾ നമ്മൾ പുറത്ത് വല്ലവിടെയും പോയി കാണുന്ന മാതിരി അത്ര വലിയ സംഭവം ആണ് എന്നോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും അവർ അതിൽ കാണിച്ചിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു ഇതുണ്ടല്ലോ, കോൺഫിഡൻറ്റ് എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല. അവർ കാണിച്ചിരിക്കുന്ന ആത്മവിശ്വാസവും അതേമാതിരി അവരുടെ ഒരു വിഷൻ. അതായത് ഓരോ സ്ഥലവും അവർ ഓരോ ഇതിൽ ഡിസൈൻ ചെയ്ത് നമുക്കത് ഈ കൂടെ പോണ സമയത്ത് നമ്മളെയൊക്കെ ആ ഒരു ഫീലിംഗ് എത്തിക്കാൻ വേണ്ടി നോക്കിയ ഒരു സംഭവങ്ങളൊക്കെ
കാണുന്ന സമയത്ത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഹാറ്റ്സ് ഓഫ് എന്ന് തന്നെ പറയാം. എന്താ കാര്യം പറഞ്ഞാൽ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്താൽ എത്രത്തോളം വിജയിക്കുമെന്ന് അറിയാണ്ട് അങ്ങനത്തെ ഒരു സംഭവം അവർ ചെയ്ത് അതിനെ വിജയിപ്പിച്ചു എന്ന് വേണമെച്ചാൽ പറയാം. എല്ലാവരുടെയും അവരുടെ മനസ്സിൻ്റെ അതായത് ഒരു കവിതയും മറ്റേതും പറയണ മാതിരി അങ്ങനത്തെ ടൈപ്പ് പറയണ മാതിരി അവർ ഓരോ സ്ഥലത്തും അവരുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. എല്ലാവരുടെയും എല്ലാ സ്ഥലങ്ങളിലും അവർ ഓരോ സ്ഥലവും നോക്കി ക്ലിയറായി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒരിക്കൽ വിസിറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അവരത് തിരിച്ച് പൈസ കിട്ടുമോ കിട്ടില്ലേ എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവത്തിന് തന്നെ ഇറങ്ങിയത്. അവർക്ക് കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നുണ്ടാകും, അത് കാരണമാണ് ചെയ്തത്. പക്ഷേ എന്നാലും ഇപ്പോൾ അവർ നല്ല രീതിക്ക് വിജയിച്ചു. എന്താ പറഞ്ഞു വെച്ചാൽ അത് വിജയിക്കാൻ കാരണം അവർ ഓരോ സ്ഥലത്തും കാണിച്ചിരിക്കുന്ന അതിൻ്റെ പെർഫെക്ഷൻ കാരണമാണ് അത് ഇത്രയും വിജയിച്ചതെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് കയറി പറഞ്ഞും ചിൽഡ്രൻസ് പാർക്കാണ്. അപ്പോൾ ടിക്കറ്റ് റേറ്റ് നിങ്ങൾക്ക് കാണാം. അതായത് 200 ഫുള്ളായിട്ട് എല്ലാത്തിനും കളിക്കാനും ഓരോന്നിനാണെന്ന് വെച്ചാൽ 50 ഉറുപ്പ്യ എന്ന് പറഞ്ഞിട്ട് എഴുതിക്കുന്നത്. ഇപ്പുറത്ത് അതേ തന്നെ ഇപ്പുറത്തെ സൈഡുള്ളതിൽ ഉള്ളിലേക്ക് കയറാൻ 100 ഉറുപ്പ്യ അങ്ങനെ പറയും. അപ്പോൾ അതിൽ ഈ പറഞ്ഞ മാതിരി നമുക്ക് ഫുള്ള് അതായത് മറ്റേ ബലൂണുമായിരുത്ത സാധനങ്ങളാണ്, അതായത് എയർ നിറച്ചിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് കണ്ടതൊരു മറ്റേ പൊട്ടറ്റോൻ്റെ ഇതാണ്, എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും. എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഇതാണ് കൂടുതൽ 50 ഉറുപ്പ്യാണായിട്ട് റേറ്റ്. അപ്പോൾ അങ്ങനെ ചെറിയൊരു ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ അത്ര നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അത്രേ പറയാൻ പറ്റുള്ളൂ. അതായത് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ എയർ നിറച്ചിട്ടുള്ള കളിക്കാനുള്ള സ്ഥലം. കുട്ടികൾ അവിടെ ഫുള്ള് എൻജോയ് തന്നെയാണ്. മറ്റേ ലൈൻ ഷർട്ട് ഇട്ട് പോണത് യുഗ്രാജ്, അതിൻ്റെ മേലെ പോണ യുവൈൻ, പിന്നെ അതിൻ്റെ ബാക്കിൽ അവൻ്റെ യുഗ്രാജിൻ്റെ യുവൈൻ്റെയും കസിനാണ്. അപ്പോൾ ഇവർ അവിടെ ഫുള്ള് ആർമാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യുവനൊക്കെ കളിച്ചിട്ട് വയർത്തിരിക്കണണ്ട, അത്രയും കളിച്ചു എന്ന് വേണം പറയാൻ. അതായത് വയർത്ത് കുളിക്കുക എന്നൊക്കെ പറയില്ലേ, ആ ടൈപ്പിലാണ് ആയിരിക്കുന്നത്. അപ്പോൾ ഇത് കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ഫുൾ എൻജോയ്മെൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കാനാണ് ഞാൻ അവിടുത്തെ സൗണ്ടും കൂടെ നിങ്ങൾക്ക് ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ അവിടെ എന്താണ് ലെവൽ, എത്ര ആൾക്കാരുണ്ട്. സംഭവം നല്ല ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്. ഇഷ്ടംമാതിരി ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫേമസായി എന്ന് കാണിച്ചാൽ പറയാം. അത്രയും ഇതായതുകൊണ്ട് പറഞ്ഞാൽ പറയാം. ഇന്ത്യയിൽ വെച്ചിട്ട് ഏറ്റവും വലിയ അക്വ ഇതാണെന്നാണ് പറയണത്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞമാതിരി പിന്നെ അതേമാതിരി വേർഡ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ തന്നിട്ട് ഇത് കണ്ട് അതേമാതിരത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കയ്യിലൊക്കെ പിടിക്കാനൊക്കെ പറ്റും. പിന്നെ അതേമാതിരി ഹൊറർ വേൾഡും അങ്ങനത്തെ മിറർ കൂടാൻ മറ്റേ ഈ പറഞ്ഞമാതിരി ഹൈഡ് ആൻഡ് സീക്കുമായിരുത്ത സംഭവം അങ്ങനത്തെയൊക്കെയാണ് ഫസ്റ്റ് കയറി ഓർണയും നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഇതാണ് അവർ അമ്യൂസ്മെൻറ്റ് പാർക്ക് 200 രൂപ എന്ന് പറഞ്ഞത്. 2-3 സാധനങ്ങളേ ഉള്ളൂ. അതായത് ഫുള്ളായിട്ട് 200 രൂപയ്ക്ക് അവരെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ അവർ നല്ലോണം കളിക്കും എന്നുള്ള ലെവൽ മാത്രമാണ് ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ ഉള്ളത്. അല്ലാണ്ട് വലിയ ടൈപ്പ് അമ്യൂസ്മെൻറ്റ് പാർക്കൊന്നുമല്ല, ചെറിയൊരു പാർക്ക് അമ്യൂസ്മെൻറ്റ് പാർക്ക്. ഇതാണ് ബേർഡ്സ് പാർക്ക്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോയാലാണ് ഈ പറഞ്ഞ മാതിരി ലിസാർഡിനെയും നമുക്ക് പക്ഷിയൊക്കെ നമ്മുടെ കയ്യിലൊക്കെ തരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ പോവുക. അപ്പോൾ അവിടെ നമ്മൾ മാത്രമല്ല കാണികളുണ്ടായിരുന്നത്, അത് അവിടെ 2-3 ഉണ്ട് പറയും.
അപ്പോൾ ഇവിടെ വി ലവ് മറിയൻ വേൾഡ് എന്ന് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ ആൾക്കാർ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അതായത് ആ വൈബ് ഇഷ്ടപ്പെട്ടത് കാരണമാണ് ആൾക്കാർ അങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കുന്നത്. ഇത് ഇത്രയും പറയാൻ കാരണം എന്താ പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഷോപ്പിൻ്റെ അവിടെ നേരത്തെ ഒരു സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരാളും വന്ന് ഫോട്ടോ എടുത്തില്ല. അപ്പോൾ അത് കാരണമാണ് പറയണത്. അത് വൈബ് തോന്നിയാൽ മാത്രമേ അവർ ഫോട്ടോ എടുക്കുള്ളൂ, അല്ലാണ്ട് വെറുതെ നമ്മൾ എഴുതി വെച്ചാലൊന്നും ആരും വന്ന് ഫോട്ടോ എടുക്കാൻ പോകില്ല. അപ്പോൾ ആ വൈബ് ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇത് കണ്ടോ, തിരക്ക് കണ്ടോ, ഇത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് ഇതേമാതിരിയാണ്. അഡൽസിന് 400 രൂപ, മറ്റേ സീനിയർ അവർക്ക് 350 രൂപ, പിന്നെ കുട്ടികൾക്ക് 200 രൂപ എന്നൊക്കെയുള്ള കണക്കാണ്. കുട്ടികളെന്ന് പറഞ്ഞാൽ 10 വയസ്സിൻ്റെ ഉള്ളിലുള്ളത് അവരവിടെ ഒരു മെഷർമെൻറ്റ് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടിക്കഴിഞ്ഞാലും ഹൈറ്റ് കൂടിയ കുട്ടി അടച്ചാലും ഈ പറഞ്ഞമാതിരി നമ്മൾ 400 രൂപ കൊടുക്കേണ്ടി വരും. അതാണ് നമുക്ക് അപ്പോൾ എന്നാലും പക്ഷേ 400 രൂപ നമ്മൾ കൊടുക്കണത് കൊണ്ട് ഉണ്ട് കേട്ടോ. അത് കണ്ട യുവനൊക്കെ കണ്ട കളിച്ചും മറിഞ്ഞ് ഫുള്ള് എന്താ പറയുക വയർത്ത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇത്രയും തിരക്കുള്ളത് കാരണം എ സിയും കാര്യങ്ങളൊന്നും അത്രയൊന്നും എഫക്റ്റൊന്നും ചെയ്യണില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഇത്. നമുക്ക് 360 മറ്റേ ഇപ്പോൾ എല്ലാവരും റീൽസൊക്കെ ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊരു 360 വ്യൂവിലൊരു ഇതൊക്കെ എടുക്കണില്ലേ, അങ്ങനത്തെ ഒരു സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ട കയറി പോകുമ്പോൾ തന്നെ അവരുടെ ഒരു കലാവാസനയാണ് കാണുന്നത്. 2 ആനയുടെ ഇതൊക്കെ വെച്ചിട്ട്, ആന വലുതോ ചെറുതോ എന്നുള്ളതല്ല, അവരതിൽ അങ്ങനത്തെ ഒരു സംഭവം വെച്ചു. അതിൽ അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവർ എല്ലാം കറക്റ്റായിട്ട് ഉദ്ദേശിച്ചിട്ടാണ്. ഓരോന്നിനും ഓരോ ഉദ്ദേശമുണ്ട്. ഇത് കണ്ട ഈജിപ്തിലൊക്കെ കാണുന്ന മാതിരി നമുക്ക് ഒരു എന്താ പറയുക ഏൻഷ്യൻ്റ് ഒരു സ്ഥലത്ത് കയറിപ്പോയ മാതിരിയുള്ള ഫീലൊക്കെ ഓരോ ഫിഷ് ടാങ്കിൻ്റെ ഉള്ളിലും അവർ ഓരോരോ കലകൾ അത് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പിന്നെ അത് കണ്ട ഒരു ഓട്ടോറിക്ഷയിൽ, ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ മീനൊക്കെ വെച്ചിട്ട് ഭയങ്കര സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. പെട്ടി ഓട്ടോറിക്ഷയിൽ ഫുള്ള് ഗ്ലാസ്സൊക്കെ വെച്ച് അതൊക്കെ ചെയ്ത് നല്ല രീതിക്ക്, അതായത് അവരുടെ ശരിക്കും പറഞ്ഞാൽ ഒരു കലാബോധം ശരിക്കും നന്നായിട്ട് തന്നെ അറിയണ മാതിരിയാണ്. എല്ലാവിടെയും ഞാൻ നോക്കിയപ്പോൾ എല്ലാവിടെയും വെച്ചിരിക്കണം. അതാണ് അലാവുദ്ദീനും അതേമാതിരി എന്താ പറയുക കുറേ കാട്ടിൻ്റെ ആൾക്കാർ നിന്ന് യുദ്ധം ചെയ്യണമായിരുന്ന ടൈപ്പും, അതേമാതിരി എന്താ പറയുക മത്സ്യകന്യകയുടെയും അങ്ങനത്തെയൊക്കെ ആയിട്ട്. മത്സ്യകന്യക ഇതായിട്ടുള്ളത് ഒറിജിനൽ മത്സ്യകന്യക ഞാൻ മീൻസ് ഒറിജിനൽ വേഷം കെട്ടിയിട്ടുള്ള മത്സ്യകന്യക കണ്ടില്ല ഞാനവിടെ. പക്ഷെ എന്നാലും അങ്ങനത്തെയൊക്കെ അവർ അതിൽ ആർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഏതൊരു പഴയ സംഭവം ഒരു ഇതിൽ പോയ മാതിരിയുള്ള ഫീലിലാണ് അവരവിടെ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൽ ഫിഷ് ടാങ്കുകളിൽ നിന്ന് മാത്രം ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന മാതിരി. ഇത് ഞാൻ ഈ വീഡിയോ കണ്ടതുകൊണ്ടല്ല, ഈ പറഞ്ഞ മാതിരി വീഡിയോ കാണേണ്ട ഇതൊക്കെ ഡയറക്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവങ്ങളാണ് കേട്ടോ. ഞാനത് അവരെ പ്രൊമോട്ട് ചെയ്യാനോ കാര്യങ്ങളോ ആയിട്ട് അങ്ങനെ പറയല്ല. പക്ഷെ എന്നാലും അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു സംഭവം തന്നെയാണ്. എന്തെന്നെ പറഞ്ഞാലും എന്താ പറഞ്ഞാൽ അവരതിലേക്ക് ഇറക്കിയിരിക്കണ ഇതുണ്ടല്ലോ, ഈ പറഞ്ഞ മാതിരി ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് അതിന് എത്രത്തോളം അവർ കഷ്ടപ്പെട്ടുണ്ടാകും എന്നുള്ളത് അതിൻ്റെ ഇത് നോക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാകുന്നുണ്ട്. ഓരോന്നിനും ഓരോരോ ഡിസൈൻ ചെയ്ത് അത് പല ടൈപ്പിൽ പല തരങ്ങളിലുള്ള ഡിസൈൻ ചെയ്ത് ഇവർ എവിടെയെങ്കിലും കണ്ടിട്ട് ഇതേമാതിരി ചെയ്താണോ എന്നൊന്നും അറിയില്ല. പക്ഷെ എന്നാലും എന്തെന്നാണ് വെച്ചാലും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. അത് നല്ലോണം തന്നെ ഞാൻ എൻജോയ് ചെയ്തു എന്ന് വേണമെച്ചാൽ പറയാം. പിന്നെ ഓരോ ഫിഷിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് അതിനെ മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു വിനോദം വേറെ ഉണ്ടാവും. പിന്നെ അതേമാതിരി ഇത്
എനിക്ക് ഫിഷിനെ പറ്റിയിട്ട് അത്ര വലിയ ഇതൊന്നുമില്ല. ഞാൻ പറഞ്ഞ അലാവുദ്ദീൻ്റെ വളക്കുന്ന് വരണ മാതിരത്തൊരു സംഭവമൊക്കെ ചെയ്ത് വെച്ചിരിക്കണുണ്ടോ. അപ്പോൾ ഇതിൽ അങ്ങനെ ഫിഷിനെ പറ്റി അറിയണവരും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഒന്നും കൂടെ എൻജോയ് ചെയ്യും എന്ന് വേണമെച്ചാൽ പറയാം. അപ്പോൾ അതിൽ ഈ പറഞ്ഞ ഒരു മത്സ്യകന്യകയുടെ ഒരു സ്റ്റാച്ചു, മത്സ്യകന്യക ഗോവയിൽ കിടക്കണ മാതിരിയുള്ള സ്റ്റാച്ചുകളും. അപ്പോൾ അതൊന്നും ആയിക്കോട്ടെ. അപ്പോൾ അതിൽ ഈ പറഞ്ഞ മാതിരി എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പറഞ്ഞ മാതിരി അവരുടെ ഒരു കലാവിരുതാണ് നന്നായിട്ട് കാണുന്നത്. അപ്പോൾ ഇത് കണ്ട, ഇത് ഫ്രീ ആയിട്ടുള്ളൊരു പെഡിക്യൂറാണ്. പെഡിക്യൂർ പറഞ്ഞു വെച്ചാൽ നമ്മൾ പണ്ട് കുളത്തിലും പുഴയിലൊക്കെ പോണ സമയത്ത് നമുക്ക് അവിടെ കിട്ടിയൊരു ഫീല്, അതായത് പാറയിലിരിക്കണ ഒരു തരം ഫിഷാണ് നമ്മുടെ കാലിൽ ഇതാക്കുന്നുണ്ടെങ്കിലും ഇതങ്ങനത്തെ അല്ല, ഇത് ഇത്രയും വേറൊരു ടൈപ്പ് ഫിഷാണത്. അപ്പോൾ നമ്മുടെ ഫിഷ് സ്പായിലൊക്കെ ഉപയോഗിക്കണ മാതിരത്തെ ഫിഷാണ് ഇത്. നമുക്കതൊരു എന്താ പറയുക, ഒരു വേറെ ഒരു അനുഭവമായിരിക്കും. അവിടെ ഇരുന്ന് കാല് അതിലിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ഒരു റിലാക്സേഷൻ നല്ലോണം തന്നെ ഉണ്ടാകും. അപ്പോൾ ഇത് കണ്ട, അവിടെയും ഇതേമാതിരി കുറേ ഫിഷ് അക്വേറിയങ്ങളുണ്ട് അവിടെയും. പിന്നെ അതേമാതിരി അവിടെ ഫോട്ടോഷൂട്ട് എടുക്കാനുള്ളതും പിന്നെ ഒരു ചായ കുടിക്കാനുള്ള സമയമൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ക്യാൻറ്റീൻ ടൈപ്പിൽ. അപ്പോൾ നമുക്കതൊരു എന്താ പറയുക, ഇത്രയും കുറച്ച് ദൂരം നടന്നു വന്നതിൻ്റെ ഗ്യാപ്പിൽ ഒരു പകുതി സ്ഥലത്തുള്ള സമയത്ത് നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു റിഫ്രഷ്മെൻറ്റ് ഏരിയ അതൊക്കെ അവർ കറക്റ്റ് സ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താ കാര്യം പറഞ്ഞാൽ പകുതി എത്ര സമയത്ത് ഇങ്ങനത്തെ ഒരു റിലാക്സിങ്ങിൻ്റെ ഒരു സ്ഥലം, അതിൻ്റെ കൂടെ ഈ പറഞ്ഞ മാതിരി നമുക്ക് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചായയും മറ്റേ നൂഡിൽസോ അങ്ങനത്തെ വല്ല സാധനങ്ങളൊക്കെ വേണമെച്ചാൽ അതൊക്കെ കിട്ടണ മാതിരത്തെ ഒരു സ്ഥലം കൂടെ അതിൻ്റെ ഒപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടത് സാധാരണ ഒരു ഫിഷ് ടാങ്കുകൾ കുറേ എണ്ണം വെച്ച മാതിരി ചുറ്റും വെച്ച് അതിൽ നമുക്ക് കാലിട്ട് ഇരിക്കുന്ന സമയത്ത് ആ ഫിഷിനെ നോക്കിയിരിക്കാം. അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ ഒരു TV വെച്ച മാതിരി ഉള്ള ലെവലിൽ എല്ലാം അവരുടെ പ്ലാനിങ് കറക്റ്റാണെന്ന് ഞാൻ പറയുള്ളൂ. ഇതാണ് ഒരു സെൽഫി പോയിൻ്റാണ്. അതായത് ഒരു ഫിഷ് ടാങ്കിൻ്റെ ഉള്ളിൽ നമ്മൾ നിന്നിട്ടൊരു കടലിൻ്റെ ഉള്ളിൽ നിൽക്കണ ഫീല് കിട്ടണ മാതിരത്തെ ഒരു സെറ്റപ്പിലൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാവരും നല്ലോണം തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. നല്ല തിരക്കുള്ള ദിവസങ്ങളിൽ അത് വെയിറ്റ് ചെയ്ത് നിൽക്കണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതിൻ്റെ അടുത്ത സെക്ഷനിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അടുത്ത സെക്ഷനിൽ കിടക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അവർ തന്നെ ഫോട്ടോ എടുത്ത് തരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. ആ ഫോട്ടോ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് 50 രൂപ 100 രൂപ എന്നുള്ള ലെവലിൽ നമുക്ക് ആ ഫോട്ടോ നമുക്ക് പ്രിൻ്റ് ചെയ്ത് തരും. 100 രൂപ 150 രൂപ അങ്ങനെ എന്തൊക്കെയോ ഒരു കണക്കുണ്ട്, ചെറിയ എമൗണ്ടാണ്. അങ്ങനത്തെ ഇതിൽ അവർ പ്രിൻ്റ് ചെയ്ത് തരും. അപ്പോൾ ഇതിൽ ഇവിടെ എത്തുമ്പോൾ എന്താ കാര്യം പറഞ്ഞു വെച്ചാൽ അവർ ആ ഫിഷിൻ്റെ രീതികൾ മാറി വേറെ ടൈപ്പ് ഫിഷുകളാക്കി. അപ്പോൾ അങ്ങനത്തേക്കൊരു ഒരു കണ്ട റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫോറസ്റ്റിൻ്റെ ഒരു ആമസോൺ ഫോറസ്റ്റിൻ്റെ ഒക്കെ ഒരു ഫീല് വരുന്ന മാതിരിയുള്ള ടൈപ്പിൽ ചെയ്ത് അവർക്കത് നല്ല രീതിക്ക് തന്നെ അത് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഒരു മരമൊക്കെ ആർട്ടിഫിഷ്യൽ മരമൊക്കെ വെച്ച് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഏരിയ ആയിട്ട് നല്ലൊരു AC കാര്യങ്ങളൊക്കെ നല്ലോണം തന്നെ ഇട്ടിട്ടൊരു നമുക്ക് ഒരു ഫീലാണ് അവിടെ കയറുന്ന സമയത്ത്. അവിടെ അതേമാതിരി സെൽഫി പോയിന്റിൽ നല്ല തിരക്കാണ്. പിന്നെ ഇതിപ്പോൾ അവിടെ ഉള്ള സംഭവം കണ്ട ബ്ലാക്ക് കളർ ഫിഷുകൾ, അതായത് ഒരു ആമസോണിൻ്റെ ഒരു അത് വരാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് കളർ ഫിഷും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആ ഒരു ടൈപ്പിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് അവർ. ഫോട്ടോ എടുക്കാൻ
അപ്പോൾ കുട്ടികളുടെ എൻജോയ്മെൻറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ. അതായത് യുവനും യുഗരാജൻ്റെ യുവൻ്റെയും കസിനും എല്ലാവരും നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ടൈഗർ ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എന്തൊരു സാധനമാണ്. പക്ഷേ അത് നല്ല രസമുണ്ട് കാണാൻ, ഒരു പ്രത്യേക രസമുണ്ട് അത്. ഇത് കണ്ട എന്താ പറയുക, ഒരു സ്റ്റോണുമായിരുത്തൊരു ഫിഷാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ നോക്കിയപ്പോൾ സ്റ്റോണുമായിരുത്തന്നെ തോന്നി. അപ്പോൾ കണ്ണ് അടയണ കണ്ടപ്പോഴാണ് സംഭവം ഫിഷാണെന്നുള്ളത് ശ്രദ്ധിച്ചത്. എല്ലാ ഫിഷ് ടാങ്കിലും നമ്മൾ മീനുണ്ടോ ഇല്ലേ എന്നുള്ളത് നന്നായി ചെക്ക് ചെയ്യുമല്ലോ. അഥവാ മീൻ ഉണ്ടോ മറ്റേ നന്നായി നോക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ മാതിരി കണ്ണടയണത് കണ്ടത്. മേലെയൊക്കെ ഫിഷൊക്കെ ഒരു ഫ്ലൂറസൻ്റ് ഇതായിട്ട് ഇങ്ങനെ നിൽക്കണ ഒരു ഇത് കണ്ട, ഒരു വൈബ് കണ്ട. ഒരു പ്രത്യേക രസമാണ്. അവിടെ തണുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ അത്യാവശ്യം ഇതിൻ്റെ ഉള്ളിലുണ്ട്. എ സിയും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാച്ചുറലായിട്ടുള്ളൊരു കുളത്തിൽ അല്ലെങ്കിൽ നമ്മളൊരു വെള്ളച്ചാട്ടത്തിൽ കാണുന്ന ഫീല് വരാനുള്ള ടൈപ്പിൽ അവർ കറക്റ്റായിട്ട് അതേമാതിരി കല്ലും കാര്യങ്ങളൊക്കെ അടുക്കിയിട്ടുള്ള സംഭവം. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ഈ ഒരു എലിയമായിരുത്തൊരു ഫിഷാണത്. ഒരു എലിയുടെയൊക്കെ ഒരു ടൈപ്പ് ഒരു ഫിഷ്. പിന്നെ ഫിഷുകൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള പേരുകളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അതൊക്കെ ചിലപ്പോൾ ഞാൻ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കോമഡി കഥ മാതിരിയാവും വായിക്കണത് കണ്ടു കഴിഞ്ഞാൽ. അതാണ് ഷാർക്ക്. ഇത് ഞാൻ സംഭവം ഇവിടെ ഇന്ത്യയിൽ ഈ സാധനം എന്താ പറയുക, ഒരു അക്വേറിയത്തിൻ്റെ ഉള്ളിൽ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. ദുബായ് മാളിൽ കണ്ടിട്ട് ഞാൻ. പക്ഷേ ഇവിടെ ഇന്ത്യയിൽ ഇത് ഞാൻ കാണുന്നത് ഉണ്ടാവും ചിലപ്പോൾ, എനിക്കറിയില്ല. പക്ഷേ ഇന്ത്യയിൽ ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. എന്തോ സംസാരിക്കാൻ നിൽക്കണ മാതിരി നമ്മളെ തന്നെ നോക്കി നിൽക്കണ കണ്ട. അതൊക്കെ ഒരു രസമാണ്. എല്ലാ മീനുകൾക്കും ഓരോ ടൈപ്പ് മുഖം, ഓരോ ടൈപ്പ് ഇത് ആയിട്ടുള്ളൊരു പ്രത്യേകതരം ഒരു ഫീൽ തന്നെയാണ്. ഞാൻ ഇതൊക്കെ കാണുന്ന സമയത്ത് ഇവർ എത്ര വർഷം ഇതിൻ്റെ ബാക്കിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്നൊക്കെയാണ് ഞാൻ ആലോചിച്ചത്. ഇത് കണ്ടൊരു എന്തൊരു ജെല്ലി ഫിഷുമായിട്ടൊരു എന്തൊരു ഫിഷാണ് സംഭവം. കാണാൻ നല്ല രസമുണ്ട്.
നല്ല ഒരു എന്താ പറയുക, ഒരു ലെൻസ് ഫീലിംഗ് ഉള്ളൊരു സംഭവം, ഒരു 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 ഈ ഗ്ലാസ് അതിലാണിത് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് വേറെ ഉണ്ട്. ഗ്ലാസ്സൊക്കെ നല്ല വലിയ വലിയ ഗ്ലാസ്സുകളാണ്, നല്ല തിക്കൊക്കെ ഉള്ള ഗ്ലാസ്സാണ് കംപ്ലീറ്റ്. പാമ്പിനെ മാതിരത്തൊരു മീൻ, അതേമാതിരി സ്റ്റാർ ഫിഷ്, ഇതൊക്കെ അവർ ഒരു ചെറിയൊരു അധികം ആഴമില്ലാത്തൊരു സ്ഥലത്ത് ഇട്ട് വെച്ചിരിക്കുകയാണ്. എന്താ പറയുക, നമുക്ക് കാണാനുള്ളൊരു വിഷനും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു എന്തോ പൊളിഞ്ഞ് കിടക്കണ ഏതൊരു ഗുഹയുടെ ഉള്ളിലേക്കോ ഏതിലേക്കൊക്കെ വന്നൊരു ഫീല് തരണ മാതിരത്തെ ഒരു സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാലും നമുക്ക് 400 റുപ്യ ഒരാൾക്ക് കൊടുത്താലും ആ കൊടുത്തതിനുള്ള വർത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഇത് കണ്ടു നോക്കുക തന്നെ വേണം കേട്ടോ. എന്താ പറഞ്ഞാൽ അത് നമ്മുടെ കേരളത്തിൽ ഉള്ളൊരു സംഭവമായത് കാരണം നമുക്കത് അവരെ ഒരു എന്താ പറയുക, അവർക്കൊരു സപ്പോർട്ടും കൂടെ ആവും എന്നുള്ളത് ഒരു രീതി. പക്ഷെ എന്താ പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഇത് കേരളത്തിലത്തെ ഒരാൾക്കും ഇതേമാതിരത്തെ ഒരു ഐഡിയ വന്നല്ലോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതും ഇന്ത്യയിൽ ആദ്യമായിട്ട്, ഇന്ത്യയിലെന്നറിയില്ല, ഇന്ത്യയിൽ എന്തായാലും ആദ്യമായിട്ടാണ്, ഏഷ്യയിലും വെച്ചിട്ട് എന്തോ വലുത് എന്നൊക്കെയാണ് പറയണത്. ഇതിപ്പോൾ എല്ലാവിടെയും എക്സിബിഷനും കാര്യങ്ങളൊക്കെ വന്നത് കാരണം ഇപ്പോൾ ഇങ്ങനത്തെ സംഭവം, ഈ ടൈപ്പ് ഗ്ലാസും കാര്യങ്ങളും എല്ലാവർക്കും എല്ലാവിടെയും കാണാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ എന്നാലും അതിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അത്രയും വലിയ ഫിഷുകളായിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും, നമ്മളെക്കാട്ടുമൊക്കെ വലിപ്പമുള്ള ടൈപ്പുള്ള ഫിഷുകളൊക്കെ അതിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു രസം. അപ്പോൾ ഇത് കണ്ട ഇത്രയും ഞായറാഴ്ച ആയത് കാരണമുള്ള തിരക്കും കാര്യങ്ങളുമാണ് ഇപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊരു സ്കൂബ ഡൈവിങ്ങിൻ്റെ ആൾ നിന്ന് ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു രസത്തോടെ അത് നോക്കണം. ഇതും ഇപ്പോൾ എക്സിബിഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അത് കാരണം ഇതും കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാകും. പക്ഷെ എന്നാലും ഒരു രസമാണ് ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ നടക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരാളെ ഉള്ളിൽ നിന്ന് എല്ലാവർക്കും കൈ കാണിക്കണോ, എല്ലാവർക്കും സെൽഫി എടുക്കാനുള്ള ടൈപ്പിൽ നിന്ന് കൊടുക്കണോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ഇത് തന്നെയായിരുന്നു. ഇതിൽ എൻ്റെ അമ്മയാണിത് കണ്ടിട്ട് എക്സൈറ്റഡ് ആയത്, അതിൻ്റെ ഉള്ള ഒരാളെ കണ്ടിട്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ളവർക്കും എല്ലാ പ്രായക്കാർക്കും അതേമാതിരി എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണെന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മളിതിൻ്റെ ലാസ്റ്റ് സ്ഥലത്തെത്തി. അപ്പോൾ അതിൻ്റെ ഇടയിലൊരു ബ്രിഡ്ജുണ്ട്, അതെന്തോ എനിക്ക് എടുക്കുന്ന സമയത്ത് മിസ്സായിരിക്കണം. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, അജന്ത എല്ലോരുടെയും മറ്റേ അതിൻ്റെയൊക്കെ ആ ടൈപ്പിലൊരു ഫീല് തരണമായിട്ടൊരു സെറ്റപ്പാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അപ്പോൾ ഈ ഇടയിലൊരു ഓവർ ബ്രിഡ്ജ് ഉണ്ട്, എന്താ പറയുക, ഒരു ഗ്ലാസ് ഇട്ടൊരു ഓവർ ബ്രിഡ്ജ്. അവിടെ നമ്മൾ ചെരുപ്പൊക്കെ ഊരിയിട്ട് വേണം അതിൻ്റെ മേലെ കൂടെ നടക്കാൻ എന്നുള്ളത് മാത്രമാണ് ചെറിയൊരു ബുദ്ധിമുട്ടായി തോന്നിയത്. എന്താ പറയുക, നമ്മൾ ഷൂസൊക്കെ ഇട്ട് പോയി അതൊക്കെ ഊരി നടക്കണം എന്നുള്ള
ഒരു ബേസൊക്കെയാണ്. അപ്പോൾ ഇത് നമുക്ക് അങ്ങനത്തെ ഒരു അജന്ത എല്ലോറയും മറ്റേ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കാണണം മാതിരി ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഡേഞ്ചറായിട്ടുള്ള സ്ഥലം മാതിരി ഒരു ഫീല് വരുന്ന മാതിരത്തെ ഒരു സ്ഥലമൊക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ ഇത് ട്രിപ്പ് നമ്മുടെ കഴിഞ്ഞ് നമ്മൾ ഇത് ലാസ്റ്റ് ഏരിയ ആണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്നത് എക്സിറ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഫിഷിനെ ഫീഡ് ചെയ്യണ ഒരു സ്ഥലമുണ്ട്. നമുക്ക് വേണമെച്ചാൽ ഈ ഫിഷിന് നമുക്ക് അവിടെ നിന്ന് കുറച്ച് ഫീഡ് വാങ്ങിച്ചിട്ട് നമുക്ക് അത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഫീലും കൂടെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഒരു ബ്രിഡ്ജ് അവിടെ നിന്ന് പോണ വഴിക്ക് ബ്രിട്ടീഷ് കാലത്തൊക്കെ ഉള്ള ടൈപ്പിലൊരു ബ്രിഡ്ജ് കണ്ടപ്പോൾ ഞാനൊന്ന് എടുത്താണ്. അപ്പോൾ എല്ലാവർക്കും കണ്ടിരുന്നതിൽ താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ഞാൻ പ്രശാന്ത്.